വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളിലൂടെ വികസനത്തിന്റെ പുതുവഴിയിൽ ഇന്ന് പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള PM യശസ്വി സ്കീമിനെ കുറിച്ചറിയാം. നമസ്കാരം, ഞാൻ ഷബിന, സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മേഖല ഡെപ്യൂട്ടി ഡയറക്ടറാണ്. പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് നിലവിൽ നടപ്പിലാക്കി വരുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ PM യശസ്വിയെക്കുറിച്ചും അവയുടെ മാനദണ്ഡങ്ങളെക്കുറിച്ചുമാണ് ഇന്നിവിടെ ഞാൻ അവതരിപ്പിക്കുന്നത്. OBC, EBC, DNT വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ ശാക്തീകരണത്തിനായി കേന്ദ്ര സാമൂഹ്യനീതിയും ശാക്തീകരണവും മന്ത്രാലയം ഒരു അംബ്രല സ്കീമായാണ് PM യശസ്വി എന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ യങ് അച്ചീവേഴ്സ് സ്കോളർഷിപ്പ് അവാർഡ് സ്കീം ഫോർ വൈബ്രന്റ് ഇന്ത്യ ഫോർ OBCs ആൻഡ് അതേഴ്സ് എന്നതാണ് പദ്ധതിയുടെ പൂർണ്ണനാമം. OBC, EBC, DNT എന്നാൽ അതർ ബാക്ക്വേർഡ് ക്ലാസസ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസസ് ആൻഡ് ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് എന്നാണ്. ഇതിൽ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് കേരളത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ട്. കേരളത്തിൽ OBC, EBC വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടാണ് ഈ പദ്ധതി പ്രകാരം സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. ലക്ഷ്യവിഭാഗങ്ങളിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന യോഗ്യരായവരെ കണ്ടെത്തി അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകുക എന്നുള്ളതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിൽ ആദ്യത്തെ പദ്ധതിയായ സെൻട്രലി സ്പോൺസേർഡ് സ്കീം ഓഫ് പ്രീമെട്രിക് സ്കോളർഷിപ്സ് ടു OBC, EBC ആൻഡ് DNT സ്റ്റുഡൻസ് എന്നതിനെക്കുറിച്ചാണ് ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഈ സ്കോളർഷിപ്പ് പദ്ധതിക്ക് അപേക്ഷിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ നമുക്ക് ആദ്യമായി നോക്കാം. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ അധികരിക്കാത്ത സർക്കാർ സ്കൂളുകളിൽ പഠനം നടത്തുന്ന 9-10 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് PM യശസ്വി പ്രകാരമുള്ള പ്രീമെട്രിക് സ്കോളർഷിപ്പിന് അർഹത. അതായത് 9-10 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രം. ഒറ്റത്തവണയായി ഒരു വർഷം 4,000 രൂപ അക്കാദമിക് അലവൻസ് ഇനത്തിൽ ലഭിക്കും. കേന്ദ്രത്തിൻ്റെ നടപടിക്രമങ്ങൾക്കനുസൃതമായി സംസ്ഥാനത്തിൻ്റെ നിർദ്ദിഷ്ട വ്യവസ്ഥകൾ കൂടി പരിഗണിച്ചാണ് ഈ പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത്. ലഭ്യമായ എല്ലാ സ്രോതസ്സുകളും ഉപയോഗിച്ച് ഏറ്റവും യോഗ്യരായ കുടുംബങ്ങളെ കണ്ടെത്തി ഈ പദ്ധതിയിൽ എൻറോൾ ചെയ്യിക്കുകയും അവർ പഠനം തുടരുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രവേശനം നേടുന്ന ദിവസം തന്നെ വിദ്യാർത്ഥി സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്നതിനുള്ള നടപടികൾ ഉറപ്പുവരുത്തുന്നതിനുള്ള സംവിധാനം സർക്കാരും സ്കൂൾ അധികൃതരും ഉറപ്പാക്കുന്നു. എല്ലാ വർഷവും ഏപ്രിൽ മുൻപായി കേന്ദ്ര സർക്കാരിന് സ്കോളർഷിപ്പ് സംബന്ധിച്ച പ്രപ്പോസൽ സംസ്ഥാന സർക്കാർ സബ്മിറ്റ് ചെയ്യുന്നു. വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷനായി സ്കോളർഷിപ്പ് പോർട്ടൽ എല്ലാ വർഷവും ജൂൺ 1 മുതൽ തുറക്കുകയും നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി നവംബർ 31 സ്കോളർഷിപ്പ് പേയ്മെൻറ്റിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. നിലവിൽ നവംബർ 15 വരെ വിദ്യാർത്ഥികൾക്ക് ഇ-ഗ്രാൻസ് പോർട്ടൽ വഴി സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. ഒന്നുകൂടി പറയുന്നു, നിലവിൽ ഈ മാസം നവംബർ 15 വരെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിനായി ഇ-ഗ്രാൻസ് വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 60:40 ഫണ്ടിംഗ് അനുപാതത്തിൽ SNA അക്കൗണ്ടിലൂടെയാണ്, അതായത് സിംഗിൾ നോഡൽ ഏജൻസി അക്കൗണ്ട്, സെൻട്രലി സ്പോൺസേർഡ് സ്കീമിനായുള്ള അക്കൗണ്ടാണിത്. ഇതുവഴി ആധാർ ബ്രിഡ്ജ് പേയ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് തുക നൽകുന്നത്. ആയതിന് ആധാർ സീഡഡ് അക്കൗണ്ടുകൾ വിദ്യാർത്ഥികൾക്ക് നിർബന്ധമാണ്. സ്കോളർഷിപ്പ് അനുവദിക്കുന്ന വിദ്യാർത്ഥികളുടെ അക്കാദമിക് നിലവാരം വിലയിരുത്തുന്നതിനായി സംസ്ഥാന സർക്കാർ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഇതിനായി സജ്ജമാക്കിയിട്ടുണ്ട്. ഇത്രയുമാണ് പ്രീമെട്രിക് സ്കോളർഷിപ്പ് സംബന്ധിച്ച വിവരങ്ങൾ. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.socialjustice.gov.in എന്ന വെബ്സൈറ്റിലോ എറണാകുളം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന പിന്നോക്ക വിഭാഗ വികസന വകുപ്പിൻ്റെ മേഖലാ ഓഫീസിലോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0484298330. ആവർത്തിക്കുന്നു, 0484298331
30. PM യശസ്വി സ്കീമിനെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് എറണാകുളം മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ എസ്. ഷബ്ന. വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളിലൂടെ